Hi everyone. Today we are going to learn the uses of have and has. ഹാവിൻ്റെയും ഹാസിൻ്റെയും മീനിങ് ഉണ്ട് എന്നാണ്. ഹാവിനും ഹാസിനും ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉടമസ്ഥതയെ കാണിക്കാൻ, അതായത് എന്തെങ്കിലും സ്വന്തമായി ഉണ്ട് എന്ന് പറയാനും അതുപോലെ നമ്മുടെ കൈവശം എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാനും ഹാവും ഹാസും ഉപയോഗിക്കുന്ന രീതിയാണ്. ഹാവ് ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. എന്താണ് പ്ലൂറൽ സബ്ജക്റ്റ്? ഒന്നിൽ കൂടുതൽ ആളുകളോ വസ്തുക്കളോ ഉള്ളതിനെ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നു. സിംഗുലർ സബ്ജക്റ്റ് ഒരാൾ മാത്രമോ ഒരു വസ്തു മാത്രമോ ആയിരിക്കും. പ്ലൂറൽ സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഐ, യു, വി, ദേ. സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്. പ്ലൂറൽ സബ്ജക്റ്റിന് എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ട്. ഇവിടെ ഹാവ് ഉണ്ട് എന്ന മീനിങ് തരുന്നു. എ കാർ, ഒരു കാർ. അപ്പോൾ എയുടെ മീനിങ് ഒരു എന്നർത്ഥം വരുന്നു. യു ഹാവ് എ ബുക്ക്. നിനക്ക് ഒരു ബുക്കുണ്ട്. ദേ ഹാവ് എ ബിഗ് ഹൗസ്. അവർക്ക് ഒരു വലിയ വീടുണ്ട്. സിംഗുലർ സബ്ജക്റ്റിന് ഉദാഹരണം ഷീ ഹാസ് എ പെൻ. അവൾക്ക് ഒരു പേനയുണ്ട്. ഹി ഹാസ് എ കാർ. അവന് ഒരു കാറുണ്ട്. പിന്നെ ഇറ്റ് വെച്ചിട്ട് ഇറ്റ് ഹാസ് എ ടെയിൽ. അതിന് ഒരു വാലുണ്ട്. ഇറ്റ് ഹാസ് എ 4 ലെഗ്. അതിന് 4 കാലുകളുണ്ട്. ഇനി കൈവശമോ സ്വന്തമോ ഒന്നുമല്ലാതെ അവിടെ എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ട് എന്നൊക്കെ പറയാൻ ദെയർ ആണ് നമ്മൾ ഉപയോഗിക്കുക. എക്സാമ്പിൾ, ദെയർ ഈസ് എ കാർ ദെയർ. അവിടെ ഒരു കാറുണ്ട്. ദെയർ ഈസ് എ ബൈക്ക്. അവിടെ ഒരു ബൈക്കുണ്ട്. ദെയർ ഈസ് എ പെൻ ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് ഒരു പേന ഉണ്ട്. ഇവിടെ ഓൺ വരാൻ കാരണം എന്തിൻ്റെയെങ്കിലും പുറത്ത് നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺ വെച്ചാണ് പറയാം. അതുകൊണ്ടാണ് ഓൺ ദ ടേബിൾ എന്ന് വന്നത്. നെക്സ്റ്റ്, ഒരു പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചു എന്ന് പറയാൻ ഹാസും ഹാവും ഉപയോഗിക്കാം. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റായ കാര്യങ്ങൾ. എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കി. അതുപോലെ വി ഹാവ് സീൻ ദാറ്റ് മൂവി. ഞങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഇവിടെ സമയം പറയുന്നില്ല, എപ്പോഴാണ് കണ്ടതെന്ന് പറയുന്നില്ല. അപ്പോൾ സമയത്തിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ലഞ്ച് അറ്റ് 1 PM. ഞാൻ ലഞ്ച് 1 മണിക്ക് കഴിക്കും എന്നാണ് പറയുന്നത്. ഹാവ് യു ഈറ്റൺ ഫുഡ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനായി ചോദിക്കാം. നീ ഫുഡ് കഴിച്ചോ? അപ്പോൾ ഇപ്പോൾ നീ ഫുഡ് കഴിച്ചോ? ഒരു ഉച്ച സമയമാണ്. അപ്പോൾ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, നീ ഫുഡ് കഴിച്ചോ എന്ന്. ഹാവ് യു ഈറ്റൺ ഫുഡ്? അപ്പോൾ നമുക്ക് യെസ് ഐ ഹാവ് എന്ന് ഉത്തരം പറയാം. അപ്പോൾ ഹാവിൻ്റെയും ഹാസിൻ്റെയും 3 ഉപയോഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.